റിട്ടേൺ ഡയറക്ടഡ് ബൈ ധനുഷ്. ആ ഒരൊറ്റ പേരിലാണ് പടം കാണാൻ വന്നത്, വേറെ ആരെയും നോക്കിയിട്ടില്ല. പക്ഷേ ഡ്രാഗൻ ഇത് ഒരുമിച്ച് എങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് കോമ്പറ്റീഷൻ ആയിരിക്കും. യൂത്തിന് പറ്റി നല്ല കോമഡി എന്റർടൈൻമെന്റ്, നല്ല പാട്ടുകളും ഉണ്ട്. മാത്യു അല്ല സംഭവം, മാത്യു സെക്കൻഡ് ഹാഫിലാണ് മാത്യുവിന്റെ കോമഡീസ് ഒക്കെ കളിച്ചത്. ഫസ്റ്റ് ഹാഫ് അത്രയും മാത്യുസിന്റെ റോൾ. അങ്ങനെ പവിഷ് നാരായണൻ, മാത്യു തോമസ്, അനിക തുടങ്ങിയ നീണ്ട താരനിര ഒന്നിക്കുന്ന ധനുഷ് സംവിധാനം ചെയ്ത നിലവക്ക് എന്നടി എന്മേൽ കോപം എന്ന റിലീസാണ്. സിനിമയാണെന്ന് സിനിമ പ്രശ്നം ചോദിച്ചു നോക്കാം. സൂപ്പർ ചേട്ടാ എങ്ങനെയുണ്ട് പടം? നല്ല രസമാണ്, കോമഡി എന്റർടൈൻമെന്റ് പടം നല്ലതാണ്. ആ നായക പഴയ ധനുഷിനെ പോലെ ഇരിക്കുന്നു, ധനുഷ് തന്നെ ശബ്ദം കൊടുത്തിരിക്കുന്നു. യൂത്തിനൊക്കെ പറ്റിയ സിനിമയാണോ? അല്ല, യൂത്തിന് പറ്റി നല്ല കോമഡി എന്റർടൈൻമെന്റ്, നല്ല പാട്ടുകളും ഉണ്ട്. മാത്യു ഉണ്ട് കേട്ടോ. മാത്യു കോമഡി, നായകന്റെ കൂടെ ഉള്ള കോമഡി സപ്പോർട്ടിംഗ് ക്യാരക്ടർ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. മാത്യു എങ്ങനെ ഉണ്ടായിരുന്നു? പടം കൊള്ളാം, ധനുഷിന്റെ ഡയറക്ഷൻ കൊള്ളാം. നല്ല ഒരു പയ്യന്മാർക്ക് പിള്ളേർക്ക് പറ്റിയ പടം, യൂത്തിന് ഫാമിലി ആയിട്ട് കാണാൻ അവർക്ക് ഇഷ്ടപ്പെടില്ല. നല്ല ലവ് സ്റ്റോറി, ക്ലൈമാക്സ് ഒക്കെ കൊള്ളാം. ഫസ്റ്റ് ഹാഫ് ഇത്തിരി ചെറിയതുണ്ടെങ്കിൽ സെക്കൻഡ് ഹാഫ് ഒക്കെ അടിപൊളിയായിരുന്നു, നല്ലൊരു എൻഗേജിങ് ആയിരുന്നു. ആണോ? മാത്യു, അനിക അവരൊക്കെ ഉണ്ടായിരുന്നു. മാത്യു അല്ല സംഭവം, മാത്യു സെക്കൻഡ് ഹാഫിലാണ് മാത്യുവിന്റെ കോമഡീസ് ഒക്കെ കളിച്ചത്. ഫസ്റ്റ് ഹാഫ് അത്രയും മാത്യുസിന്റെ റോളില്ല, സെക്കൻഡ് ഹാഫ് ഫുൾ കോമഡി കൊണ്ട്. അടിപൊളി പടം. ചെറിയൊരു ലാഗ് ഉണ്ടായിരുന്നു, പക്ഷെ സെക്കൻഡ് ഹാഫ് അതിന് മെയിൻറ്റെയിൻ ചെയ്ത് പോയിട്ടുണ്ട്. മാത്യു അഭിനയം എടുത്തു തന്നെ പറയണം, പക്ഷെ ഡബിങ് മാത്രം ചെറിയൊരു ശോകം എനിക്ക് തോന്നി. മലയാളം കലർന്ന് വരുന്നുണ്ട്, അതാണ്? അല്ലല്ല, മാത്യു അല്ല ഡബ് ചെയ്തത്. അല്ല, അതിൻ്റെ ഒരു ഇതാണെന്ന് തോന്നിയത്. പക്ഷേ അതുകൊണ്ടായിരിക്കും തോന്നാം, നമ്മളെ മാത്യുവിൻ്റെ സൗണ്ട് കേട്ടായിട്ട് തോന്നിയായിരിക്കും. പക്ഷേ ഓവറോൾ ഫസ്റ്റ് ഹാഫ് ചെറിയൊരു ഇത് ഡൗൺ ഉണ്ടായാലും സെക്കൻഡ് ഹാഫ് തൊട്ട് പൊളി. ധനുഷ് കേട്ടില്ല, ധനുഷ് റോളുണ്ടോ? ധനുഷിന്റെ റോളില്ല, രണ്ട് പാട്ടുണ്ട്, അത്രേ ഉള്ളൂ. ധനുഷ് പാട് മാത്രമേ ഉള്ളൂ, ധനുഷ് സീക്വൻസിലൊന്നും വന്നിട്ടില്ല. ഡയറക്ഷൻ ബേസ് ഒക്കെ എങ്ങനെയുണ്ട്? ഡയറക്ഷൻ ബേസ് കൊള്ളാം, കാരണം നല്ല രീതിയിൽ എടുത്തിട്ടുണ്ട്. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ധനുഷിന്റെ ഏതെങ്കിലും മൂവിയുടെ ടച്ച് നമുക്ക് തോന്നും. അത് VIP ആയാലും ഏത് സിനിമ നമുക്ക് ചെറിയ ചെറിയ ടച്ച് ഒക്കെ തോന്നുന്നത്. ഒരു കളർഫുൾ സിനിമയാണ്. കളർഫുൾ സിനിമയാണ് സെക്കൻഡ് ഹാഫ്. ഇത് ഡ്രാഗൻ ഇത് ഒരുമിച്ച് എങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് കോമ്പറ്റീഷൻ ആയിരിക്കും. സിനിമ നമ്മൾ ധനുഷ് റിട്ടേൺ ഡയറക്ടഡ് ബൈ ധനുഷ്. ആ ഒരൊറ്റ പേരിലാണ് പടം കാണാൻ വന്നത്, വേറെ ആരെയും നോക്കിയിട്ടില്ല. പക്ഷേ ധനുഷിൻ്റെ മുമ്പത്തെ പടങ്ങൾ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഈ ഡയറക്ട് ചെയ്തതിൽ ഇത് വേറെ ആരോ ചെയ്ത പോലെ ഉണ്ട്. അത്രയ്ക്ക് എന്തൊക്കെയോ ഭയങ്കര പോരായ്മ ഉണ്ട്. പിന്നെ അഭിനയിച്ചവരാണെങ്കിൽ എല്ലാവരും തുമ്പിയെ കൊണ്ട് കല്ലെടുപ്പിച്ച ഒരു ഫീലാണ്. പഴയ കുറേ കാര്യങ്ങളെല്ലാം കൂടെ മിക്സ് ചെയ്ത് വെച്ച് എന്തോ പോലെ എടുത്തിരിക്കുകയാണ്. പടം നിരാശ മാത്രം തന്നെയാണ്. ഡ്രാഗൻ തന്നെയാണ് ബെറ്റർ. ട്രെയിലറൊക്കെ വെച്ചാൽ ഒരു കളർഫുൾ അങ്ങനെയൊക്കെ അല്ലായിരുന്നു? അങ്ങനെ ഒന്നുമില്ല, ആ കളർഫുള്ളും കാര്യങ്ങളും മാത്രമേ ഉള്ളൂ. ആ പാട്ട് ഗോൾഡൻ സ്പാരോ പാട്ട് മാത്രം തന്നെ പടത്തിൽ എടുത്ത് പറയാൻ കൊള്ളായിട്ട് തോന്നി. ബാക്കിയൊന്നുമില്ല, ബാക്കി എല്ലാവരും മലയാളത്തിൽ നിന്ന് ഒരു മാറ്റ് നേരത്തെ പടം തമ്മിലൊന്നുമില്ല, ഒരു എടുത്ത് പറയാൻ മാത്രം ആരുടെയും ഭയങ്കരമായിട്ടൊന്നുമില്ല. മൊത്തത്തിൽ ഒരു ആവറേജിനും താഴെ തന്നെയാണ് പടം, വേറെ ഒന്നുമില്ല. ധനുഷിൻ്റെ ഡയറക്ഷൻ ഇത്രയും ഡിസപ്പോയിൻ്റ് ആകുമെന്ന് ഒട്ടും വിചാരിച്ചില്ല, അതാണ് മെയിൻ പറയാൻ.